കേരളം വ്യവസായത്തിന് അനുകൂലമാണ്, വ്യവസായത്തിന് പറ്റിയ മണ്ണാണ് എന്ന് വീമ്പിളിക്കുന്ന അല്ലെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കേരളം ഭരിക്കുന്ന ഭരണകർത്താക്കളെ വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് തനിക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളും തനിക്കുണ്ടായ ദുരനുഭവങ്ങളുമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് സാബു ജേക്കബ് എന്ന വ്യവസായി, കിറ്റക്സിൻ്റെ മുതലാളി, അദ്ദേഹം ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുകയും ഒടുവിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കിഴക്കമ്പലം എന്ന പഞ്ചായത്ത് മനസ്സുകൊണ്ട് കീഴടക്കി വിജയം വരിച്ചപ്പോൾ അതിൽ അസൂയ പൂണ്ട് തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ ദുരാഗ്രഹികളും ദുഷ്ടലാക്കുള്ള എല്ലാ ഭരണ പ്രതിപക്ഷ കക്ഷികളും ഒത്തൊരുമിച്ചുകൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2020 എന്ന പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. എങ്കിലും 77% വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. ഇന്ന് നേരിടുന്ന, അതായത് ഒരു കിഴക്കമ്പലം സ്റ്റൈൽ എന്നാണ് അദ്ദേഹമെന്നല്ല ആ നാട്ടുകാർ അവകാശപ്പെടുന്ന ഒരു കിഴക്കമ്പലം സ്റ്റൈല് ലോകത്തിന് തന്നെ ഒരു മാതൃകയാക്കി കൊണ്ടുവരണം. അതായത് നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് മാതൃകയാക്കി കൊണ്ടുവരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്തുകൊണ്ട് അദ്ദേഹം NDA എന്ന BJP ഉൾപ്പെടുന്ന NDA കക്ഷിയിലേക്ക് എന്തുകൊണ്ട് അദ്ദേഹം ചുവടുമാറ്റി? അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. 2012 ഞാൻ ഈ നാട് നന്നാക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരിക്കലും ഇതുപോലെ ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പാർട്ടിയുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ ജനിച്ചു വീണ ആ നാട്, അമ്മമാരുടെ കണ്ണുനീര് വീഴാത്ത, കുട്ടികളുടെ കരച്ചിലില്ലാത്ത, സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് ഒരു നാട് ഉണ്ടാക്കിയിട്ട് ഈ നാടിനെ നശിപ്പിച്ചവരോട് ഇതും ഇവിടെ സാധ്യമാണ് എന്ന് വിളിച്ചു പറയണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ ഇറങ്ങി തിരിച്ചതാ. പക്ഷേ ഞാൻ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അവിടുത്തെ ഇടതും വലതും ചേർന്ന് എന്നെ മുന്നോട്ട് പോകാതെ തടഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് മത്സരിക്കേണ്ടതായിട്ട് വന്നു. ആ പഞ്ചായത്തിൽ മത്സരിക്കേണ്ടതായിട്ട് വന്നു. ആ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ 2015 കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തില് 19 സീറ്റുകളിൽ മത്സരിച്ച് അവിടുത്തെ ജനങ്ങൾ എനിക്ക് 72% വോട്ട് തന്ന് 17 സീറ്റുകൾ തന്ന് ആ പഞ്ചായത്തിനെ എന്നെ ഏൽപ്പിച്ചപ്പോ ആ പഞ്ചായത്ത് 39 ലക്ഷം രൂപ കടം ബാക്കി വെച്ചിട്ടാണ് പോയത്. 5 വർഷം ഈ ഇന്ത്യയിലെ തന്നെ 2,72,000 പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല വികസനം നടത്തി ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്താക്കി മാറ്റിയതിനു ശേഷം 2020 ഭരണം പൂർത്തിയാക്കുമ്പോ 13,57,00,000 രൂപ ജനങ്ങളുടെ പേരിൽ നിക്ഷേപം ഇട്ടുകൊണ്ടാണ് ഭരണം അവസാനിപ്പിച്ചത്. വീണ്ടും സമീപ പഞ്ചായത്തുകളും കിഴക്കമ്പലം പഞ്ചായത്ത് ഞങ്ങളെ ഭരണമേൽപ്പിച്ചു. 10 വർഷം പൂർത്തിയാക്കിയ 2025 കിഴക്കമ്പലം പഞ്ചായത്തിന്റെ മാത്രം നീക്കിയിരിപ്പ്, അതായത് ജനങ്ങളുടെ നീക്കിയിരിപ്പ് 32 കോടി രൂപയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, കിഴക്കമ്പലത്ത് ഞങ്ങൾ നടപ്പിലാക്കിയ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്, അവിടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും 50% വിലക്കുറവിൽ കിട്ടുന്നു. അത് കണ്ടുകൊണ്ടാണ് സമീപ പഞ്ചായത്തുകളെല്ലാം 2020 ഭരണം വരണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ കുന്നത്ത് നാടിലെ 8 പഞ്ചായത്തുകൾ ഞങ്ങൾ ഏറ്റെടുത്തു. അവിടെയെല്ലാം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകളും BMBC റോഡുകളും എല്ലാ വികസന ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു ആഗ്രഹം, എന്തുകൊണ്ട് ഈ കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും ഇതേ മോഡൽ നടപ്പിലാക്കിക്കൂടാ? എന്തുകൊണ്ട് കഷ്ടപ്പെടുന്ന, പട്ടിണി കിടന്ന് ഒരു നേരത്തെ മരുന്ന് പോലും മേടിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കിക്കൂടാ? അങ്ങനെ കേരളമെമ്പാട് 2020 വ്യാപിക്കും എന്ന് കണ്ടപ്പോ അവിടുത്തെ ഇടതും വലതും ഒന്നിച്ചു ചേർന്നു. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് LDFന്റെ 11 പാർട്ടികള്, UDFന്റെ 11 പാർട്ടികള്, കൂടാതെ SDPI, PDP, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, ഇവരെല്ലാവരും കൂടി ഒരേ വണ്ടിയില് കൈപ്പത്തിയുടെ കൊടി, ഒരേ വണ്ടിയില് അരിവാൾ കൊടി, SDPയുടെ കൊടി, ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടി, ഇതെല്ലാം വെച്ചിട്ട് 20
ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അപ്പോ എന്റെ മുന്നിൽ ഒരേ ഒരു വഴിയുള്ളൂ. ഒന്നല്ലെങ്കിൽ തോറ്റു കൊടുക്കുക. LDF-ന്റെയും UDF-ന്റെയും ഈ രാജ്യം നശിപ്പിച്ച, കേരളം നശിപ്പിച്ച അവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക. അങ്ങനെ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ ഞാനല്ല, സാബു ജേക്കബല്ല തോക്കുന്നത്. ഇവിടെ തോക്കുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളാണെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോ ഞാൻ തീരുമാനിച്ചു ഇവരോട് യുദ്ധം ചെയ്യാനായിട്ട്. ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയെ ലോകത്തിലെ 4ാം സാമ്പത്തിക ശക്തിയായി ഉയർത്തിയ, ഇന്ത്യയിലെ ഡിജിറ്റൽ എക്കോണമിയിലെ 3ാം ശക്തിയായിട്ട് ഉയർത്തിയ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്ന് ഈ കേരളത്തെ രക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് NDA ചേർന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 14 വർഷക്കാലം 2020 കുന്നത്തുനാടിലെ 8 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഇന്ന് കഴിഞ്ഞ 12 വർഷക്കാലം മോഡി ഗവൺമെന്റ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ കേരളം ലോകത്തിലെ ഒരു സ്വർഗഭൂമിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് NDA സഖ്യത്തിന്റെ കൂടെ 2020 കൂടിയത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന്, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിന്ന് ഇതുപോലെ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ കേരളത്തിനുള്ള ഒരു അവസരമാണ്. 2026 തെരഞ്ഞെടുപ്പ് ഈ കേരളത്തെ രക്ഷിക്കാനായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഗതികേട് കൊണ്ട്, തൊഴിലില്ലായ്മ കൊണ്ട്, വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് ഈ നാട് വിട്ടു പോകേണ്ടി വന്ന നമ്മുടെയൊക്കെ മക്കളെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇനി ഒരു കുട്ടികളും, ഒരു യുവാക്കളും, ഒരു തലമുറയും, അടുത്ത തലമുറയും ഈ നാട് വിട്ടു പോകാൻ പാടില്ല. ഈ കേരളത്തെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഈ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ. ഈ കേരളം 70 വർഷം മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച, നശിപ്പിച്ച LDF-നെയും UDF-നെയും അറബിക്കടലിൽ എടുത്തെറിയുന്ന തെരഞ്ഞെടുപ്പായിരിക്കണമത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പു തരുന്നു. NDAക്ക് നേതൃത്വം കൊടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർജി നിങ്ങൾക്കറിയാം. വ്യവസായിയായിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള, ഈ നാടിനോട് കടപ്പാടുള്ള ഇത്രയും നല്ലൊരു മനുഷ്യനെ നിങ്ങൾക്ക് കണ്ടുകിട്ടാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇപ്പോ ആ രാജീവ്ജിയോടൊപ്പം ഈ കിഴക്കമ്പലത്തെ കുന്നത്ത് നാടിനെ വികസനത്തിന്റെ കുതിപ്പിലേക്ക് മാറ്റി ഏതാണ്ട് 2 ലക്ഷം ജനങ്ങളുടെ കണ്ണുനീരൊപ്പി അവരെ പട്ടിണി മാറ്റിയ 2020 സംസ്ഥാന പ്രസിഡന്റായ ഈ സാബു ജേക്കബ് എളിയവനായ ഞാനും കൂടെ ഉണ്ട്. അപ്പോ ഈ 2 വ്യക്തിത്വങ്ങളോടൊപ്പം ഈ കേരളത്തെ നയിക്കാൻ നമ്മളെല്ലാം ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നരേന്ദ്രമോദിജി നമ്മോടൊപ്പമുണ്ട്. അപ്പൊ ഈ 3 പേരും കൂടി കൂടിക്കഴിഞ്ഞാൽ ഈ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സംസ്ഥാനമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാവരും അഞ്ജലി നായർക്ക് വേണ്ടി പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. അവര് വിജയിക്കണം. അഞ്ജലി നായർ ഈ തൃപ്പൂണിത്തുറയുടെ ഭരണം ഏറ്റെടുക്കണം. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കൂ. തങ്ങളെ ആര് ഭരിക്കണമെന്നും നാടിനെ എങ്ങനെ ഭരിക്കണമെന്നും തീരുമാനിക്കുന്നത് രാജാവായ ജനം തന്നെയാണ്. ജനങ്ങളുടെ കയ്യിലാണ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്, ഭാരം ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു ദിവസം തെറ്റിപ്പോയാൽ, അതായത് ഒരു ദിവസം വോട്ടെടുപ്പെന്ന ഒരു ദിവസത്തിൽ പിഴച്ചു പോയാൽ വരുന്ന 5 വർഷവും ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധയോടുകൂടി നല്ല കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. സാബു ജേക്കബിനെ പോലെയുള്ള വ്യവസായികൾ കേരളത്തിൽ ഉണ്ടെങ്കിലേ തൊഴിലവസരങ്ങളുള്ളൂ, വരുമാനമുള്ളൂ. അത് തിരിച്ചറിഞ്ഞ് നല്ല വ്യക്തികളെ, നല്ല വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്ത് കേരളത്തിൻ്റെ ഭാവി ഭാസുരമാക്കാൻ, വരും തലമുറയ്ക്കും ഉള്ള അവസരം നൽകാൻ പ്രിയ വോട്ടർ ശ്രമിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി വേഗം കാണാം.